നിങ്ങളും ഉയർത്തെഴുന്നേറ്റ് വരും മനുഷ്യരെ. അപ്പൊ ഒരു വിളിയാളമുണ്ടാകും. മനുഷ്യരൊക്കെ ആദം നബി മുതൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരും. ഹിറ്റ്ലറുണ്ട്, മുസോളിനിയുണ്ട്, ഡെമോസ്തനീസ് ഉണ്ട്, അലക്സാണ്ടർ ഉണ്ട്, നെപ്പോളിയൻ ബോണോപ്പാട്ടുണ്ട്, യൂറോപ്പിന്റെ പടിവാതിക്കൽ വെട്ടിപ്പിടിച്ച സ്വച്ഛാധിപതികൾ, നെതന്യാഹു, ഏറിയൽ ഷാരോൺ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലോകത്ത് വന്നുപോയ എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേൽക്കും ആജബുദ്ദനബിൽ നിന്ന്. കദാലിക്കൽ ഖുറൂജ്, അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും. എന്നിട്ട് ഒരു നാട്ടുകുറിയിലേക്ക് ഓടുന്ന പോലെ ഓടുമെന്ന് പറയുന്നു അല്ലാഹു സൂറത്ത് യാസീനിലെ 52-ാമത്തെ വചനത്തിൽ. എന്നിട്ടോ ലാ യതകല്ലമൂൻ എന്ന് മിണ്ടുകയില്ല, ഒരാൾക്കും സ്വച്ഛാധിപത്യമില്ല, ഒരാളും സംസാരിക്കുകയില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദ്ന ലഹുർ റഹ്മാൻ വഖാല സവാബാ. അന്ന് അല്ലാഹ് അനുമതി നൽകിയവരും സത്യം പറഞ്ഞവരുമല്ലാതെ അന്നൊരാൾ മിണ്ടുകയില്ല. ഇന്ന ജഹന്നമ കാനത് മിർസാദാ ലിത്വാഗീന മാബാ ലാബിസീന ഫീഹാ അഹ്കാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വസാകാ ജസാഅൻ വിഫാകാ. അന്നൊരു വിഭാഗം നരകത്തിലാണ്, ഒരു വിഭാഗം സ്വർഗത്തിലുമാണ്. വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. നടക്ക് മനുഷ്യരെ, സംഘങ്ങളായി നടക്കൂ, നരകത്തിലേക്ക് നടക്കൂ, കൂട്ടമായി നരകത്തിലേക്ക് നടക്കൂ. ശിർക്ക് ചെയ്തു പോയവർ, ബിദ്അത്ത് ചെയ്തവർ, പ്രവണതകളിൽ ഏർപ്പെട്ടവർ, അവരൊക്കെ നടക്കൂ എന്ന് പറഞ്ഞ് വസീകല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറാ. 39-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ. എല്ലാവരും ആ നരകത്തിന്റെ വക്കിൽ വരും. നിങ്ങളിൽ ഒരാളും തന്നെ ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. ഖുർആനിലെ 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. അങ്ങനെ കുറ്റവാളികളെയും സാന്തോനികളെയും സദ്വൃത്തരായ ആളുകളെയും മാറ്റി നിർത്തുന്ന ഒരു ലോകം വരാനുണ്ട്. ആ ലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. വേദനാജനകമായ ഒരു ദിവസം വരാനുണ്ട്, ഭയാനകരമായ ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് മദ്യപിക്കല്ലേ, വ്യഭിചരിക്കല്ലേ, കള്ളുകുടിക്കല്ലേ, പലിശ വാങ്ങല്ലേ, താന്തോന്നിയായി ജീവിക്കല്ലേ. നിന്റെ നാവ് നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ, നിന്റെ മനസ്സും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ, നിന്റെ യൗവനവും നല്ലതിനു വേണ്ടി ചലിപ്പിച്ചോ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിർ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ എന്നും ഇവിടെ ശാശ്വതമായി ജീവിക്കും എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇന്നലെ ബാപ്പാനോട് സമ്മതം ചോദിച്ച് യാത്ര തിരിച്ചിട്ടുള്ള ആളാണ് ഞാൻ. നാളെ കണ്ടുമുട്ടുമെന്ന് പറയാൻ കഴിയില്ല. ബാപ്പ സ്വീകരിക്കുന്നത് മയ്യത്താവാം, അല്ലെങ്കിൽ ചീഞ്ഞനാറിയ സൗമഞ്ചമാകാം, അല്ലെങ്കിൽ ഡെഡ് ബോഡിയാവാം, അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത കേവലം നഷ്ടപ്പെട്ടു പോയ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലെ അവയവങ്ങളാവാം. ഒരാൾക്കും ഇത് പറയാനാവില്ല. നമ്മൾ അശക്തരാണ്. മനുഷ്യരെത്ര ദുർബലരാണ്. അതുകൊണ്ട് മനുഷ്യരെ, ഈ ശരീരമുണ്ടല്ലോ, ഈ കാണുന്ന ശരീരം, ഇതല്ല കേട്ടോ ആത്മാവുണ്ടല്ലോ. ആ ആത്മാവിനെ ശുദ്ധീകരിച്ചവർ അവർ വിജയിച്ചിരിക്കുന്നു. ആ ആത്മാവിനെ മലീമസപ്പെടുത്തിയവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ലോകം അവസാനിച്ചാലും ഇന്ന് ഖിയാമത്തുണ്ടായാലും നമുക്ക് പറയാൻ കഴിയണം. മലക്കുകൾ നമ്മളോട് പറയണം, യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവിന്റെ ഉടമകളെ, നിങ്ങൾ മടങ്ങിക്കോളൂ, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളൂ. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ 13-ാം അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, വന്നോളൂ
വന്നോളൂ. അല്ലാഹുവിന്റെ രക്ഷ അലൈക്കും ബിമാ സബർത്തും, ഭൂമിയിൽ നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിയമത്തിന്റെ ഭവനമായ സ്വർഗം നിങ്ങൾക്കുള്ളതാണ്. ഈ മട്ടാഞ്ചേരിയിലെ മാളിയക്കൽ ഓഡിറ്റോറിയത്തിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ജീവിതം ഇനിയും ശുദ്ധീകരിക്കാൻ ആരെ കാത്തു നിൽക്കുന്നു? ഫാമിനു മക്റല്ലാഹ് ഫലാ യാമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രമുണ്ടല്ലോ.